ഓണത്തിന് പുലിയിറങ്ങണ ഊരാണ് തൃശ്ശിവപ്പേരൂരെന്ന വാക്ക് അന്വർത്ഥമാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി. തേക്കിൻകാടിന് ചുറ്റും പുലി ഇറങ്ങാറായിരിക്കുന്നു. 9 ടീമുകൾ ഇത്തവണ പുലികളിയിൽ അണിനിരക്കുന്നു. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാം മില്ലൈൻ, ചക്കാമുക്ക്, നായ്ക്കനാൽ, വിയൂർ യുവജന സംഘം, ശങ്കരൻകുളങ്ങര, വിളയന്നൂർ ദേശം, പാട്ടരാക്കൽ ടീമുകളുടെ പുലികളാണ്. ഇനി അല്പസമയത്തിനകം സ്വരാജ് റൗണ്ടിലൂടെ നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിക്കുക. നമ്മുടെ ന്യൂസ് 18 സംഘം തൃശ്ശൂരിലുണ്ട്. അനുമോദും നവമിയും ഭവ്യയുമുണ്ട്. ഭവ്യയിലേക്ക് ചെല്ലുന്നു. ഭവ്യ, പുലിക്കൂട്ടങ്ങളുടെ ആവേശം, ചെറിയ പുലികൾ തൊട്ട് വലിയ പുലികൾ വരെ കൂടും കുടുക്കയെടുത്ത് കുടുംബമായിട്ട് തന്നെയുള്ള ആ മടകളിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എത്രത്തോളം ആവേശത്തിലാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ പുലികൾ? അപർണ, തൃശ്ശൂര് ഗഡികള് വേറെ ലെവലാണ്. ഞങ്ങളിവിടെ തകർത്ത് പിതിർത്ത് പൊളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ തന്നെ തിലകക്കുറിയാണ്. തൃശ്ശൂർ പൂരം കണ്ട് പിന്നെ അത്ഭുതപ്പെടാത്ത മനുഷ്യരില്ല. അതേപോലെ തന്നെയാണ് തൃശ്ശൂർ, മറ്റൊരു തൃശ്ശൂർ പൂരം തന്നെയാണ് ഈ തൃശ്ശൂർ പുലിക്കളി എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ തൃശ്ശൂർ പൂരം കണ്ട് അത്ഭുതപ്പെടുന്നത് പോലെ തന്നെ തൃശ്ശൂരിന്റെ പുലിക്കളിയും കണ്ട് അത്ഭുതപ്പെടുന്ന ആളുകളാണ് എല്ലാവരും. നമുക്കറിയാം, ഈ 4ാം ഓണത്തിന് ഒന്നിച്ചിറങ്ങുന്ന പുലിക്കൂട്ടത്തെ കണ്ട് ആശ്ചര്യപ്പെടാത്ത മനുഷ്യരുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത്രമാത്രം നമ്മളെയൊക്കെ അമ്പരപ്പിക്കാൻ പുലികൾ ഒന്നായി ചുവട് വെച്ചിറങ്ങാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുൻപിൽ ബാക്കിയുള്ളൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഓരോ പുലിക്കളി സംഘവും അത്രമേൽ വീറോടെ വാശിയോടുകൂടി 1ാം സ്ഥാനത്തിന് വേണ്ടി മാത്രം മത്സരിച്ചിറങ്ങുകയാണ്. അത്രമാത്രം ആവേശത്തിലാണ് ഇവർ ഓരോരുത്തരും അവരുടെ സ്വന്തം തട്ടകത്തിലേക്ക് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ഓരോ പുലിമടയും കാണാൻ അത്രമാത്രം ഭംഗിയാണ്. ഇവിടെ പുലികളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞു പുലികളടക്കം വലിയ പുലികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പുലികളുണ്ട്. ചില പുലികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വീറും വാശിയും തോന്നും. ചില ആളുകൾ കാണുമ്പോൾ നമുക്കൊരു ചിരി തോന്നും. അത്രമാത്രം നല്ല രസമുള്ള ഒരു കാഴ്ച എന്ന് തന്നെ പറയാൻ പറ്റും. പല രൂപത്തിലും ഭാവത്തിലുമുള്ള പുലികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ചില പുലികളെ കണ്ടാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോവുകയും ചെയ്യും. ചിലര് ഭയങ്കര സീരിയസ് ആണ്. നമുക്ക് ഇവിടെ ഒരു ചേട്ടനെ കാണാം, കൂളിംഗ് ഗ്ലാസ് വെച്ച വെറൈറ്റി പുലിയാണ്. ഇതെന്നാ കൂളിംഗ് ഗ്ലാസ് ഒന്നും മാറ്റാത്തെ? ട്രെൻഡ് ന്യൂജൻ പുലിയാണോ? ന്യൂജൻ പുലിയാണ്. ന്യൂജൻ പുലിയുടെ പേരെന്താ? ലിജോ. ടിജോ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ഇതെന്താ ജയിലിനുള്ളിലിട്ടിരിക്കുകയാണോ പുലിനെ? അല്ല, അത് നമ്മുടെ പെയിന്റ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണതാ. നല്ല ചിരിയാണല്ലോ. താങ്ക് യു. സീരിയസ് പുലി അല്ല അല്ലേ? സീരിയസ് പുലിയല്ല. നാട്ടിലെ പുലിയാണോ? കാട്ടിലെ പുലികളെ പിടിക്കുന്ന പുലിയാ. കാട്ടിലെ വനംവകുപ്പ് കേക്കണ്ട. വനംവകുപ്പിലാണോ? അപ്പൊ വനംവകുപ്പിലെ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ കണ്ടത് അല്ലേ? ആദ്യമായിട്ടാണെന്നാണോ പറഞ്ഞത്? പുലിവേഷം കിട്ടുന്ന ആദ്യമായിട്ടാണ്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? തൃശ്ശൂർ മാന്നാമംഗലം. തൃശ്ശൂരിലാണ്. തൃശ്ശൂർ വനംവകുപ്പിലാണ്. അടിപൊളി. ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹം. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചൊരു വെറൈറ്റി പുലിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ എവിടെ നോക്കിയാലും പുലികളെ മാത്രമേ ഉള്ളൂ കാണാൻ. ഒരാള്, ചേട്ടാ പേരെന്താ? റോബിൻ. താടിയുള്ള പുലിയാണ് അല്ലേ? താടിയുള്ളതാണ്. അങ്ങനെ ഞാൻ വെക്കുന്നത്. താടി വെട്ടാറില്ലേ? ഇല്ല. എന്താണ് ചേട്ടനൊരു കട്ടപ്പ ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ബാഹുബലിയിലെ കട്ടപ്പ ലുക്കുള്ളൊരു ഒരു പുലിച്ചേട്ടനാണ്. എന്തായാലും പേര് പറഞ്ഞത്? എന്റെ റോബിൻ. റോബിൻ ആദ്യമായിട്ടാണ്? അല്ല, ഞാൻ ഒരു 8-9 വർഷമായി ഈ അയ്യന്തോൾ ദേശത്തിന് വേണ്ടി. അയ്യന്തോൾ കപ്പടിക്കും. നമ്മളിങ്ങ് എടുക്കും. ഇല്ല, എടുക്കുന്നല്ലോ, എടുക്കും, തരും. ഇതാ ഇവിടെ പുലിയുടെ കാലൊക്കെ ഒരു. ചേട്ടാ പേരെന്താ? കൊറേ വർഷമായിട്ട് പുലിയാണോ? 41 വർഷത്തെ പുലിയാണ്. വയറൊക്കെ ഉണ്ടാ? മെയിൻറ്റെയിൻ ചെയ്യാണോ? പുറം കളിക്കും പോകുന്നുണ്ട്, അത്യാവശ്യം കളിക്കണുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. തകർക്കാണ്. അയ്യന്തോള് ഈ പ്രാവശ്യം ഞങ്ങൾ പൊരിക്കള അവരുടെ 10ാം വാർഷികമാണല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തിയതാ. ഞങ്ങൾ ഈ കൊല്ലം ഇവിടെ ഉദ്ദേശമായിരുന്നില്ല, ഞങ്ങൾ വേറെ ദേശത്തേക്ക് പോകുള്ള ഉദ്ദേശമായിരുന്നു. അപ്പൊ ഇവര് വിളിച്ചു, 10ാം വാർഷികമാണ്, അപ്പൊ വരൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം ഇങ്ങോട്ട് പോകുന്നു. അതാണ്, അപ്പൊ അങ്ങോട്ട് പോന്നു. അപ്പൊ എന്തായാലും ചേട്ടൻ ആവേശത്തിലാണ്. അതെ, ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളല്ല, ഒരുപാട് പുലികൾ എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം ആവേശത്തിലാണ് എല്ലാവരും. വേഷം കെട്ടി നിൽക്കുകയാണ്. നമ്മൾ രാവിലെ കണ്ട സീരിയസ് പുലി വരുന്നത്. ചേട്ടാ ഓടുവാണോ? ചേട്ടാ സീരിയസ് വിട്ടോ? സീരിയസ് വിട്ടു. ബലം വിട്ടു. പാവം പുലിയായി. ഞങ്ങള് പുള്ളി കുത്താൻ പോവാ. സൈഡ് പുള്ളി കുത്തി ഇറങ്ങണം. ഫിനിഷിംഗ് ആക്കാൻ പോവാ. ഫിനിഷിംഗിലോട്ട് കടക്കുവാണ്. കുറച്ച് സമയം കാത്തിരിക്കണം അല്ലേ? കുറച്ചുകൂടെ സമയം കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. 3 മണിയാകുമ്പോ ഇറങ്ങും.
3 മണിയൊക്കെ നമ്മൾ തൃശ്ശൂർ അങ്ങട് പിടിക്കും. ആ. അത് നമ്മൾ ഇത് തകർക്കും. നമ്മുടെ ദിവസമാണെന്ന്. ദിവസം ഇന്നലെ നമ്മൾ ഉറങ്ങിയിട്ടില്ല അല്ലേ? ഉറങ്ങിയിട്ടില്ലേ? ഇന്നും നമ്മൾ ഉറങ്ങണ്ടാവില്ല. ഇന്ന് ഉറങ്ങില്ലേ? ഇന്ന് തകർക്കും ഞങ്ങള്. അതാണ് തൃശ്ശൂര്. അതാണ് തൃശ്ശൂർ. എന്തിട്ടാണല്ലേ കേട്ടിയത്? നല്ല കെട്ടെ ഏത് മൂട്ട് പുലിമൂട്. ആ പുല്ലിമൂട്ട് പുലിമടാന്നാണ് പറയാ. അതാണ് ഞങ്ങളുടെ ആള്. ആ ഇതാണ് ഇദ്ദേഹമാണ് ഒഴിക്കുന്നത്. അതാണ് ഇവിടെ പുലിമൂടാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഏത് മൂട്? പുലിമൂട്. ചേട്ടാ പുലിമൂട് പൊളിയാണോ? പിന്നെ പുലി മടയം പൊളിയാണ് അല്ലേ? ആ എന്തെങ്കിലും കപ്പടിക്കോ? പിന്നെ കപ്പടിക്കണം പിന്നെ പുറത്ത് പോകാൻ പറ്റൂ. ആ കപ്പടിക്കേണ്ട തിരക്കിലാണ്. അതെ ഫിനിഷിംഗ് ആവണുള്ളൂ. അതാണ് എന്തായാലും ചേട്ടനാണ് രോമാഞ്ചം. അല്ല രോമാഞ്ചൊന്നുമില്ല, ഞാൻ അതിന്റെ ചീഫ് കോർഡിനേറ്ററാണ്. ചേട്ടൻ നിങ്ങൾക്ക് രോമാഞ്ചം. വളരെ വൈകിയ വേളയിൽ അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങാനുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ശരി, അപ്പൊ ഈ രോമാഞ്ച ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനോ? അതെ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പൊ രോമാഞ്ചാണ് പേര് പോലെ. അതാണ് ശ്രീകൃഷ്ണനും ഉണ്ണികൃഷ്ണനും. അതെ ആ ബാക്കിലും. ആ ചേട്ടാ അപ്പൊ എന്താണ് അവസ്ഥ? ഇറങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ പുലികൾ മടവിട്ട് ഇറങ്ങണമെങ്കിൽ ഇവരെ വരച്ചു തീർക്കണം. ഞങ്ങളൊന്ന് വാർത്തറന്നാണോ? തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. വര കഴിഞ്ഞ പുലികൾ മടവിട്ടിറങ്ങുമ്പോൾ അവരിൽ നിന്ന് അവര് കാണിക്കുന്ന പ്രകടനം നിങ്ങൾ കാണണം, ജനങ്ങളെ കാണിക്കണം. വരാൻ പറ്റാത്ത ഓരോ മലയാളിയും ഈ പുലിക്കളി കണ്ട് ആസ്വദിക്കണം. അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അയ്യന്തോൾ കി ജയ്. അയ്യന്തോൾ കി ജയ്. ചങ്കിലാണ് അയ്യന്തോൾ, ചങ്കാണ് അയ്യന്തോൾ. അതെ എന്തായാലും അയ്യന്തോളിൽ കപ്പടിക്കും എന്നുള്ള വാക്കിൽ തന്നെയാണ് അവരും പറയുന്നത്. വൻ ആവേശത്തിലാണ്. ഇവിടെ ഒരു പുലിച്ചേട്ടൻ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ക്ഷീണിച്ചുറങ്ങുമെന്ന് തോന്നുന്നു. ഉറങ്ങുന്ന പുലിയെ ഉണർത്താം. ഹലോ ചേട്ടാ, ക്ഷീണിച്ചുറങ്ങാണോ? പുലിച്ചേട്ടൻ ക്ഷീണിച്ചോ? എന്താ മിണ്ടാത്തെ? ക്ഷീണിച്ചു പോയോ? രാവിലെ തൊട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ? ആ നമുക്ക് ഉണരണ്ടേ? കിളിങ്ങണ്ടേ? അരമണി കിളിക്കണ്ടേ? നമുക്ക് മൂന്നരയാവും. അതുവരെ ഉറങ്ങണം. ഒരുങ്ങാനില്ല ഇനി. രാവിലെ വന്ന എനർജി അല്ലേ? എന്ത് പറ്റി? ഇല്ല ആരും ഇല്ലല്ലോ പണിക്ക്. ഒക്കെ പോയി, എല്ലാരും പോയി. നമുക്ക് പെയിന്റുകാരൊക്കെ പോയി. അതുകൊണ്ട് ഇനി റെസ്റ്റ് എടുക്കാണ്. നല്ല പാട്ടുകാരനാണല്ലോ. പാട്ട് പാടണം. രാവിലെ അടിപൊളിയായിട്ട് മണിച്ചേട്ടന്റെ പാട്ടൊക്കെ പാടിയല്ലോ. എന്നിട്ട് പാടിക്കാൻ അങ്ങോട്ട് കേക്കട്ടെ. ഈ നേരത്തെ പാടണം. പിന്നല്ല പോരട്ടെ. എന്തൊരു പാട്ട്? ഒരു പാട്ട് അങ്ങോട്ട് പാടിഷ്ടാ. പോരട്ടെ പോരട്ടെ വേം പോരട്ടെ. എന്തൊരു പാട്ടാ പാടുക? ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് ആലോചിക്കോ. ഞാൻ അവിടെ പോയിട്ട് വരട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് ആലോചിക്കട്ടോ. ആ നമ്മുടെ 2 പുലികള് റെസ്റ്റ് എടുക്കുന്നുണ്ട്. കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാറുണ്ടോ? കാറ്റ് കൊണ്ടാലേ തുടങ്ങുള്ളൂ. എന്നാലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ? ബലിയണം. ഇത് എന്ത് പുലിയാ? ഇത് പുള്ളി. പുലി. ഇതോ വരയൻ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുള്ളൂ? അല്ല ഫ്രണ്ട്സാണോ? ഫ്രണ്ട്സാണ്. ഒരുമിച്ചാണോ എല്ലാ വർഷവും? ഒട്ടുമിക്ക ചിലപ്പോ അങ്ങോട്ട് മാറാറുണ്ട്. എന്തായാലും സെറ്റാണ്. അയ്യന്തോട് സെറ്റാണ്. കപ്പടിക്കും. സസ്പെൻസ് എന്താണുള്ളത് പറഞ്ഞേ? അത് പറയില്ല. ഒളിപ്പിച്ചു വെച്ചിരിക്കണോ? ഞങ്ങൾ പറയില്ലേ? അത് ശരി. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. ആരാണ് ക്യാമറമാൻ? ഏത് ചാനലാണ്? ACV ക്യാമറമാൻ ആണ്. ഇവിടെ ജോലിക്കാർ. ഞങ്ങൾ അവിടെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കണ്ടു. ഫുള്ള് ആളുകളാണ് ഇറങ്ങാണ് അല്ലേ? തൃശ്ശൂരിൽ അങ്ങനെയൊന്നും ഇല്ല. ആ ദിവസം എല്ലാരും പുലികളാണ്. തൃശ്ശൂരിൽ പൊതുവെ പുലികളാണോ? പാരമ്പര്യ പുലികളായിട്ട്. നിങ്ങളൊക്കെ വീട്ടിലെ പുലികളാണോ? അതെ. നമ്മുടെ വീട്ടില് വേറെ ആളുണ്ട് പിന്നെ പുള്ളിയുടെ അനിയൻ. കൊട്ടാനും പോവും. അതെ. അപ്പൊ എന്തായാലും ആകെ മൊത്തത്തിൽ കളറാണ്. ഇവിടെ ആളുകള് കുറെ സെൽഫി എടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മോനുണ്ട്. ഹലോ, പുലിക്കളി കാണാൻ വന്നെയാണോ? അയ്യന്തോളിന്റെ ഒപ്പാണോ? അയ്യന്തോൾ കപ്പടിക്കോ? അടിക്കോ? അടിക്കായിരിക്കും അല്ലേ? നീ എത്രയല്ലേ പഠിക്കുന്നേ? കാണാൻ വന്ന എല്ലാ വർഷം വരാറുണ്ടോ? ആ ചേച്ചി, ഇങ്ങനെയുണ്ട് നമ്മളെ തൃശ്ശൂരിന്റെ പുലിക്കളി ആവേശം? നന്നായിട്ടുണ്ട്. ഉഷാറാണ്. അതാ പുലിച്ചേട്ട പാട്ട് പഠിച്ചാ? പാട്ട് കിട്ടിയോ? പാടങ്ങട് നോക്കട്ടെ. നാട്ടുകാര് കണ്ടോണ്ടിരിക്കല്ലേ? പോരട്ടെ വേഗം. പാടും. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദനപ്പൊട്ടുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ